ലോകത്തെ വമ്പൻ ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള കളിയിൽ ഒരു കൊച്ചു രാജ്യം അപ്രതീക്ഷിതമായി ഹീറോ ആകുന്നു. ഈ ഒറ്റ നീക്കത്തോടെ വിരലനക്കാതെ തന്നെ അമേരിക്കയ്ക്ക് ഒരു വമ്പൻ ലോട്ടറിയും അടിച്ചിരിക്കുകയാണ്. ചൈനീസ് കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന പനാമ കനാലിലെ 2 പ്രധാന തുറമുഖങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം പനാമ സർക്കാർ ഒറ്റയടിക്ക് പിടിച്ചെടുത്തു. സുപ്രീം കോടതി ഉത്തരവിന്റെ ബലത്തിൽ തുറമുഖത്തെ കമ്പ്യൂട്ടറുകളും ക്രെയിനുകളും ഉൾപ്പെടെ സകലതും പനാമ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹോങ്കോങ് കമ്പനിയായ CK ഹച്ചിസണുമായുള്ള തുറമുഖ കരാർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പനാമ കോടതി വിധിച്ചിരുന്നു. ഇതിൽ കട്ടക്കലിപ്പ് കയറി ചൈന പനാമ വലിയ വില നൽകേണ്ടി വരുമെന്നൊക്കെ ഭീഷണിയുമായി വന്നെങ്കിലും പനാമ പ്രസിഡന്റ് അത് മുഖവിലേക്ക് എടുത്തില്ല. തങ്ങൾ സ്വന്തം രാജ്യത്തെ നിയമമാണ് നോക്കുന്നതെന്ന് അദ്ദേഹം ചൈനയ്ക്ക് മറുപടി നൽകി. ഇവിടെയാണ് ഈ വാർത്തയിലെ യഥാർത്ഥ ട്വിസ്റ്റ്. പനാമ കനാൽ ആവശ്യമെങ്കിൽ സൈന്യത്തെ ഇറക്കി ചൈനയിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അമേരിക്ക തോക്കെടുക്കും മുമ്പ് തന്നെ പനാമ കാര്യം സാധിച്ചു കൊടുത്തു. ഇതോടെ ചൈനയ്ക്ക് വൻ തിരിച്ചടിയും ട്രംപിന് വലിയൊരു രാഷ്ട്രീയ നേട്ടവും കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ ശരിക്കും ചരട് വലിച്ചത് അമേരിക്കയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഏതായാലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യപാതയിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു പുതിയ അധ്യായത്തിനാണ് പനാമ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അത് ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നല്ല കാര്യം. അതല്ല, ചൈന വാശിക്ക് തിരിച്ചടിക്ക് മുതിരുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു യുദ്ധത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും വഴിമാറാനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.